പ്രകോപനങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇത് നമ്മൾ കുറച്ച് വർഷം മുമ്പേ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്കിത് സ്ഥിരം ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് ഇത് പുതിയ കാര്യമല്ല. ഒരു 10 വർഷം മുമ്പത്തെ മെമ്മറി ഓർക്കാണെങ്കിൽ അതിനു മുമ്പേ ഇത് 15 വർഷമായി തോന്നുന്നു. 2002-2003 ഇത് ഈ വെടിനിർത്തൽ കരാറിൽ ഉണ്ടാകുകയും അത് ഇഫക്റ്റീവ് ആകുകയും ചെയ്തത്. അത് 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 അതിന് മുമ്പേ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും തന്നെ വെടിവെപ്പായിരുന്നു, ലൈൻ ഓഫ് കൺട്രോളിൽ വെടി ഉണ്ടാകുമായിരുന്നു. അതൊക്കെ സാധാരണ സംഭവമായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആസ് ഫാർ ആസ് ആർമിയും സർവീസസുമായിട്ട് കണക്കാക്കുമ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരുപാടങ്ങ് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുമില്ല. കാരണം അവരാണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അവർ കാലിബ്രേറ്റ് ചെയ്യാണ്. ഇത് ഒരു ലെവലിൽ കൂടുതലായാൽ നമ്മൾക്ക് തിരിച്ച് അടിക്കേണ്ടി വരും, ഒരു ലെവലിൽ കൂടുതലാകാൻ പാടില്ല എന്ന് വെച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ നോക്കണം, എല്ലാം വളരെ ലിമിറ്റഡ് പ്രകോപനങ്ങളാണ് ചെയ്യുന്നത്. ഒരുപാട് പൊളിറ്റീഷ്യൻസ് പാകിസ്ഥാനി പൊളിറ്റീഷ്യൻസ് വർത്തമാനത്തിലാണ്, സ്റ്റേറ്റ്മെന്റ്സിലാണ് നിർത്തുന്നത്. അത് പ്രകോപനപരമായിട്ട് ചെയ്യാമല്ലോ, അതിന് ചെലവില്ലല്ലോ. അതിലൊന്ന് എല്ലാവരും തന്നെ നോക്കുകയും ചെയ്യും. ഇവർ അവിടുന്ന് വീരവാദം പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ ആണെങ്കിലും പല രാഷ്ട്രീയക്കാരും വീരവാദം പറയുന്നുണ്ട്. അത് പറഞ്ഞോട്ടെ. ഓൺ ഗ്രൗണ്ട് നമ്മൾ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രീ സീസ് ഫയർ അഗ്രിമെന്റ് നടക്കുന്നതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. പിന്നെ തിരിച്ചടി ഉണ്ടാകുക എന്നുള്ളത്, തിരിച്ചടിക്കാൻ നമ്മൾ ബാലക്കോട്ട് അറ്റാക്സ് കഴിഞ്ഞപ്പോൾ നമ്മളത് കണ്ടതാണ്. പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു ഫോഴ്സിനെതിരെ ചെയ്യേണ്ടത് നമ്മളൊരു ഓപ്പറേഷനിലെ ഒരു സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആക്ച്വലി നമുക്ക് ചൂസ് ചെയ്യാൻ നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ആ സമയം നോക്കി, അവർക്ക് മാക്സിമം ഗാർഡ് ഇല്ലാത്ത സമയം നോക്കിയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും പൊതുവെ പൊതുജനം പത്രം വായിക്കുന്നവർക്കറിയാം പാകിസ്ഥാന്റെ എക്കണോമിക് സിറ്റുവേഷൻ എന്താണ്. ആ സിറ്റുവേഷൻ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ ഈ മറ്റ് ലിമിറ്റേഷൻസ് വെച്ച് കഴിയുമ്പോൾ, മറ്റ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോഴും ഓരോ ദിവസവും അത് കീഴായിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇത് ആരൊക്കെ അവരുടെ ഫ്രണ്ട്സ് പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും തന്നെ ചെയ്താൽ പോലും ഓരോ ദിവസവും അവരുടെ എക്കണോമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. അത് നമ്മൾ കുറച്ച് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എന്റെ സജഷൻ. അതായത് സ്ട്രാറ്റജിക് പേഷ്യൻസ് വേണം. അതിന് നമ്മൾ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ഷമിച്ച് എപ്പോഴാണ് സൗകര്യപ്പെടുന്നത് അന്നേരം ചെയ്യാൻ പാടുള്ളൂ. മഹാഭാരത യുദ്ധം നടന്നത് 5 ദേശം, 5 പട്ടണം, 5 ഗ്രാമം, സൂചികുത്താനിട, അതൊക്കെ കഴിഞ്ഞിട്ടാണ്, ശ്രീകൃഷ്ണന്റെ ദൂതും കൂടെ കഴിഞ്ഞിട്ടാണ് മഹാഭാരത യുദ്ധം തുടങ്ങിയത്. അത് ആ സമയം വരെ പാണ്ഡവരും കൗരവരും അവരവരുടെ സേനകളെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ആ തയ്യാറാക്കുന്ന സമയം അതിന് ഓപ്റ്റിമൈസ് ചെയ്യണം എന്നാണ് എന്റെ സജഷൻ. ഇത് പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ ഉടനെ അങ്ങോട്ട് ചെയ്ത് ചെറിയ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമല്ല. 4ാമത്തെ പോയിന്റ് പറയേണ്ടതാണെങ്കിൽ, ഇതിന്റെ എല്ലാം പുറകിൽ പാകിസ്ഥാനിൽ ഇതിന്റെ ഓരോ പ്രകോപനങ്ങളുടെയും പുറകിൽ ആരാണെന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവൻ പാകിസ്ഥാൻ ആം ഫോഴ്സസിന്റെ ആണ്. 2 ദിവസമായിട്ട് പലപ്പോഴും പറയുന്നുണ്ട്, അവരെ പറ്റി കാര്യമായിട്ട് പഠിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. പക്ഷെ പാകിസ്ഥാന്റെ ആം ഫോഴ്സസ്, ആർമി, നേവി, എയർഫോഴ്സ്, അവരാണ് പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നതും വിദേശനീതി, പ്രതിരോധ നീതി, പിന്നെ ഒരു കണക്കിന് എക്കണോമി പോലും അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ഒരു ജനറൽ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾ കോടീശ്വരനായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. കോടീശ്വരനായിട്ട് വെറും കോടീശ്വരനല്ല, അയാൾക്ക് പാകിസ്ഥാനിലുണ്ടാവും, വിദേശ രാജ്യങ്ങളിൽ വരെ അദ്ദേഹത്തിന് അവർക്കൊക്കെ അസറ്റ്സ് ഉണ്ടാവുന്നതാണ്. അതാണ് നമ്മൾ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പതുക്കെ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പാണെങ്കിൽ തന്നെയും കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് പാകിസ്ഥാൻ ആർമിക്കെതിരെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതുവരെ കാണാത്ത പോലത്തെ പ്രൊട്ടസ്റ്റും പ്രകടനങ്ങളും പാകിസ്ഥാനി മീഡിയയിൽ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങേറ്റം വരെ ലാഹോർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോർ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ആ ലാഹോറിലെ കോർ കമാൻഡറിന്റെ വീട് വരെ ആളുകൾ കയറി ആക്രമിച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി ശ്രമിക്കുക, അത് നമ്മൾ ഇത്തിരി ഫീഡ് ചെയ്യുക,
ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്ന, അവിഹിതമായിട്ട് കൺട്രോൾ ചെയ്യുന്ന, അതായത് നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സിറ്റുവേഷൻ പറയുമ്പോഴത്തേനും അവിഹിതമായിട്ട് തന്നെ പാകിസ്ഥാന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആം ഫോഴ്സസിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നാണ് എന്റെ സജഷൻ. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിവേര് ഏറ്റവും ഇത് ഈ ഇന്ത്യയുമായിട്ട് ഒരിക്കലും ചേരില്ല എന്ന് പറയുന്ന ആ ബേസിക് ആയിട്ടുള്ള അടിവേര്, അതിൽ നിന്ന് പ്രോഫിറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനെ നമ്മൾ നിഷ്പ്രഭരാക്കുകയാണ് ചെയ്യുക. സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മഹാഭാരത യുദ്ധം പോലെ നമ്മൾ വളരെ ക്ഷമയോടുകൂടി ഒരു തിരിച്ചടിക്ക് കാത്തിരിക്കുകയാണെങ്കിൽ പോലും ഇത്തരം ടെൻഷൻസ് ഈ അതിർത്തി മേഖലകളിലൊക്കെ ഉണ്ടാകില്ലേ? കാരണം കഴിഞ്ഞ ഈ പെഹൽഗാം അറ്റാക്ക് നടന്ന 3ാമത്തെ ദിവസമാണ് നമ്മുടെ ഒരു സൈനികൻ അബദ്ധവശാൽ അതിർത്തി മറികടക്കുമ്പോൾ പാക്കിന്റെ അതിർത്തി മറികടക്കുന്ന സമയത്ത് അവരുടെ പിടിയിലാവുകയായിരുന്നു. അത്തരത്തിൽ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ഒരുപാട് ഈ ജലമൊഴുക്ക് തടയുക, അത്തരത്തിൽ ഒരുപാട് കരാറുകൾ റദ്ദാക്കുക തുടങ്ങിയ ഒരുപാട് ടെൻഷൻസ് അതിൻ്റെ ഇടയിൽ വലിയൊരു പ്രഷർ ആവില്ലേ അത് ഇരു രാജ്യങ്ങൾക്കും? ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രധാനമന്ത്രിയെയും ഒരു ഹോം മിനിസ്റ്ററിനെയും ഒക്കെ ഇലക്ട് ചെയ്യുന്നത്. ഈ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹോം സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഇതാണ് അദ്ദേഹത്തിന്റെ ഡെയിലി കഞ്ഞി. ഇതാണ് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യണം. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 15 വർഷം മുമ്പേ, അല്ലെ ഒരു 12 വർഷം മുമ്പേ, 2002-2003 മുമ്പ് ഈ ഇതുപോലെ നടക്കുന്ന ഈ ബോർഡർ ഇൻസിഡൻസ് സർവ്വസാധാരണമായിരുന്നു, എപ്പോഴും നടന്നുകൊണ്ടിരുന്നതാണ്. അത് ഈ 15 വർഷമായിട്ട്, അത് ഈ 15 വർഷം എന്ന് പറയുന്നത് ഒരു സാമാന്യം ദീർഘമായ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ തന്നെ, അതായത് രാജ്യം തന്നെ അത് മറന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചിരുന്നു, ഇതുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെട്ട് ഇതിനോടൊപ്പം നമ്മൾ ജീവിച്ചിരുന്നു. രാജ്യം ഇതൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അറിഞ്ഞും അതിനെപ്പറ്റി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെയും ബഹളം ഉണ്ടാക്കാതെയും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്തിരുന്നു. കഴിഞ്ഞ സർജിക്കൽ സ്ട്രൈക്ക്, അതായത് ഉറി കഴിഞ്ഞപ്പം സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ആദ്യം ഇത് വലിയ കാര്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഇന്ത്യൻ ആർമി ചെയ്തിട്ടുണ്ട്. അത് അന്ന് ടി വിയിൽ പലപ്പോഴും പറയുകയും ചെയ്തിരുന്നു. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല, ഇതൊക്കെ പണ്ടേ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ വ്യത്യാസം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഗവൺമെന്റ് അതിന്റെ ചുമതല ഗവൺമെന്റ് ഏറ്റെടുത്തു. ഇത് ഞങ്ങളാണ് ചെയ്തത്, ഒഫീഷ്യലായിട്ടാണ് ഞങ്ങളാണ് ചെയ്തത്, ക്വയറ്റ് ആയിട്ടല്ല ചെയ്തത്, പബ്ലിക്കായിട്ട് തന്നെയാണ് ചെയ്തത്. ആ വ്യത്യാസമാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. നമുക്ക് ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ധൃതി വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിഫൻസ് ഫോഴ്സ് ആയിട്ടുള്ള അവരും പാകിസ്ഥാൻ ആർമി വെറും കൂലിപ്പട്ടാണമല്ല, അവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാം. നമ്മൾ ബാലക്കോട്ടിന്റെ റെസ്പോൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ ഒരു എയർക്രാഫ്റ്റ് അവർ വെടിവെച്ചിട്ടില്ലേ. സോ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് രാജ്യത്തെ എല്ലാവരും തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിനായിട്ട് നമ്മൾ ഇത്തിരി ക്ഷമിക്കുകയും കൂടെ വേണം എന്നാണ് എന്റെ പക്ഷം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വാട്ടർ ട്രീറ്റി ഒക്കെ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല, അത് റദ്ദാക്കിയിട്ടില്ല. നമ്മൾ ചെയ്തേക്കുന്ന അതിനെ എബയൻസ് എന്നാണ് പറഞ്ഞത്, ഹെൽഡ് ഇൻ അബയൻസ് എന്നാണ് പറഞ്ഞത്. ഹെൽഡ് ഇൻ അബയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്ന് ഇതുവരെ നമ്മൾ കണ്ണുമടച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്, അത് ഇനി ഒന്ന് റിവ്യൂ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പുതിയ കാര്യമല്ല. ഇതൊരു 4 വർഷം മുമ്പേ 5 വർഷം മുമ്പേ ഈ കാര്യം തന്നെ നമ്മൾ സംസാരിച്ചിരുന്നതാണ്. കാരണം വെസ്റ്റേൺ റിവേഴ്സ് 5 റിവേഴ്സ് സിസ്റ്റത്തിലെ, ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ വെസ്റ്റേൺ പടിഞ്ഞാറ് വെസ്റ്റേണിലെ 3 നദികൾ, ഇൻഡസ്, ചെനാബ്, ജലം, ഈ 3 നദിയിലെയും വെള്ളം നമുക്ക് അവകാശപ്പെട്ട വെള്ളം നമ്മൾ ഉപയോഗിക്കാതെ പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുമായിരുന്നു. നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് അഗ്രിമെന്റ് തന്നെ ഉള്ളതാണ്. അത് നമ്മൾ ഉപയോഗിക്കാതെ പാകിസ്ഥാനിലേക്ക് വിടുന്ന ആ സിറ്റുവേഷൻ അത് റിപ്പയർ ചെയ്യാം. ആ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്താ പറ്റുന്നത്, നമുക്ക് ലെറ്റ്സ് 30% ഉണ്ട്. ആ 30% നമ്മൾ ഉപയോഗിക്കാതെ വിടുന്നു. സഡൻലി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 30% വെള്ളം പാകിസ്ഥാനിൽ കുറയും. അത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ലംഘനമല്ല, റദ്ദാക്കലല്ല. ആ ട്രീറ്റിയുടെ ഉള്ളിൽ നിന്നുണ്ട്. ആ ട്രീറ്റിയിൽ ഒപ്പുവെച്ച ഉടമ്പടിയുടെ പരിധികൾക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അതാണ് ഈ കാര്യങ്ങൾ. പൊതുവെ എല്ലാവർക്കും വിചാരം നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിയെന്നാണ്. റദ്ദാക്കിയിട്ടില്ല.
അത് നിശ്ചയിച്ചിട്ടുള്ള പരിധികൾക്ക് അകത്ത് തന്നെ നമ്മൾ ഫുൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്നാണ് അബേൻസിലെ ഇംപ്ലിമെന്റേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.